Hi students, അപ്പോൾ നമ്മൾ സിമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി എന്താണ് സിമെട്രി എന്ന് പറഞ്ഞു, അതുപോലെ ലൈൻസ് ഓഫ് സിമെട്രി, മിറർ റിഫ്ലക്ഷൻ, പിന്നെ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് റൊട്ടേഷണൽ സിമെട്രി എന്താന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. സോ വാട്ട് ഡു യു മീൻ ബൈ റൊട്ടേഷണൽ സിമെട്രി? What do you say when the hands of a clock go around? നമുക്കറിയാം നമ്മൾ ക്ലോക്ക് വീട്ടിലൊക്കെ ക്ലോക്ക് ഉള്ളതാണ് അല്ലെ. അപ്പൊ നമ്മളെ ക്ലോക്കില് നമ്മളെ ക്ലോക്കിന്റെ ഹാൻഡ്സ് ഇങ്ങനെ മൂവ് ചെയ്യും അല്ലെ. യു സേ ദാറ്റ് ദേ റൊട്ടേറ്റ്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാണ് അല്ലെ, റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാണ്. ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് റൊട്ടേറ്റ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. നമ്മളെ ക്ലോക്കിന്റെ ഹാൻഡ്സ് ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. തിരിച്ച് റൊട്ടേറ്റ് ചെയ്യോ? ഇല്ല. ഇപ്പൊ നമുക്കറിയാം 12 1 1 2 അങ്ങനെ പോവുള്ളൂ. 12 11 പോവോ? ഇല്ല. അപ്പം ഇങ്ങനെ നമ്മള് ക്ലോക്ക് ഹാൻഡ്സ് മൂവ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും. അതിനാണ് നമ്മൾ ക്ലോക്ക് വൈസ് എന്ന് പറയാം. അത് തിരിച്ചാണെങ്കിൽ നമ്മൾ അതിനെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് റൊട്ടേറ്റ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലോട്ട് മാത്രം മൂവ് ചെയ്യുള്ളൂ. അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ്, ഒരു പോയിന്റിന് ഒരു ഡയറക്ഷനിലോട്ട് മാത്രം മൂവ് ചെയ്യുള്ളൂ. ദ സെന്റർ ഓഫ് ദ ക്ലോക്ക് ഫേസ്. അപ്പൊ ക്ലോക്ക് ഫേസിന്റെ സെന്റർ ആണ് ആ ഒരു ഫിക്സ്ഡ് പോയിന്റ്. ഓക്കെ, ആ ഒരു ഫിക്സ്ഡ് പോയിന്റിന് ഹാൻഡ്സ് ഇങ്ങനെ മൂവ് ചെയ്യും ഒരു ഡയറക്ഷനിലോട്ട്. റൊട്ടേഷൻ ലൈക്ക് മൂവ്മെന്റ് ഓഫ് ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക്. അപ്പൊ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ക്ലോക്കിന്റെ ഹാൻഡ്സ് മൂവ് ചെയ്യുന്ന പോലെ അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയാം. ഈസ് കോൾഡ് എ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. അപ്പൊ ഹാൻഡ്സ്, നമ്മളെ ക്ലോക്കിന്റെ ഹാൻഡ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ഒരു ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുക, ഒരു ഫിക്സ്ഡ് പോയിന്റിലോട്ട്. സോറി, ഒരു ഫിക്സ്ഡ് പോയിന്റ് ആയിരിക്കും നമ്മളെ സെന്റർ, ക്ലോക്കിന്റെ സെന്റർ. അപ്പൊ അതാണ് റൊട്ടേഷൻ അഥവാ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് പറയാം. ക്ലോക്കിനെ നോക്കിയാൽ മതി, അതാണ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഒരു ഓൺലി വൺ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അതർവൈസ് ഇറ്റ് ഈസ് സെഡ് ടു ബി ആന്റി ക്ലോക്ക് വൈസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലോക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു ഇതിനെ നമ്മൾ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നു. അതിനെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. നമുക്കറിയാം 12 1 1 2 2 3 3 4 4 5 അങ്ങനെയാണ് നമ്മളെ ക്ലോക്കിന്റെ ഹാൻഡ്സ് മൂവ് ചെയ്യല്. അതാണ് ക്ലോക്ക് വൈസ്. തിരിച്ചു മൂവ് ചെയ്യലുണ്ടോ? ഇല്ല. ഇപ്പൊ 12 11 11 10 താഴോട്ട് പോയിട്ട് മേലോട്ട് പോവലുണ്ടോ? ഇല്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയാം. അപ്പൊ നമ്മളെ ക്ലോക്ക് തിരിയുന്നത് ക്ലോക്ക് വൈസ് എന്ന് പറയും, അതിന്റെ ഓപ്പോസിറ്റിനെ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയും. ഓക്കെ, ഇഫ് യു സ്പിൻ ദ വീൽ ഓഫ് എ ബൈസിക്കിൾ. ഇപ്പൊ നമ്മളെ ബൈസിക്കിൾ ഉണ്ടാവൂല്ലേ എല്ലാവർക്കും. അപ്പൊ ബൈസിക്കിളിന്റെ വീൽ ഇങ്ങനെ സ്പിൻ നമ്മൾ എന്ത് ചെയ്യാ? ഇഫ് യു സ്പിൻ ദ വീൽ, നമ്മൾ അതിന്റെ വീൽ ഇങ്ങനെ സ്പിൻ ചെയ്യാണ്. അപ്പൊ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും അല്ലെ, അതിങ്ങനെ തിരിഞ്ഞുകൊണ്ട് നിൽക്കും. ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ഇൻ എയ്തർ വേ, ബോത്ത് ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. ക്ലോക്കിന്റെ പോലെയാണോ ബൈസിക്കിളിന്റെ വീല് നമ്മൾ സ്പിൻ ചെയ്യുമ്പം? ക്ലോക്ക് ഒരു ഡയറക്ഷനിലോട്ട് മാത്രം പോവുള്ളൂ. ബട്ട് ബൈസിക്കിളിന്റെ വീല് നമുക്ക് ഇങ്ങനെയും തിരിക്കാം, ക്ലോക്ക് വൈസും ആയിട്ട് തിരിക്കുക, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും തിരിക്കാൻ പറ്റും. ബോത്ത് വേ, ദാറ്റ് ഈസ് ബോത്ത് ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. When an object rotate, അപ്പൊ ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഷേപ്പ് ആൻഡ് സൈസ് ഡു നോട്ട് ചേഞ്ച്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സൈസും ഷേപ്പ് ഒക്കെ ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളെ ബൈസിക്കിളിന്റെ വീല് നമ്മൾ ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ ആ ബൈസിക്കിളിന്റെ വീലിന്റെ അതിന്റെ ഷേപ്പും സൈസും ഒക്കെ മാറുന്നുണ്ടോ? ഇല്ല. The rotation turns an object about a fixed point. അപ്പൊ ഒരു ഒബ്ജക്റ്റിന് റൊട്ടേഷൻ ടേൺസ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിന് എന്താണ് ടേൺ ചെയ്യുന്നത്? എന്താ? അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ്. നമുക്കറിയാം നമ്മളെ ക്ലോക്ക് ആണെങ്കിൽ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ വെച്ചിട്ടാണ് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ദിസ് ഫിക്സ്ഡ് പോയിന്റ് ഇസ് ദ സെന്റർ ഓഫ് റൊട്ടേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒരു ഫിക്സ്ഡ് പോയിന്റിന് നമ്മൾ എന്ത് പറയും? സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയും. The angle of turning during rotation is called the angle of rotation. അപ്പൊ angle of rotation എന്ന് പറഞ്ഞാൽ എന്താ? ടേണിംഗ് ഡ്യൂറിങ് റൊട്ടേഷൻ. അപ്പൊ നമ്മളെ ക്ലോക്ക് എടുക്കുമ്പോൾ നമ്മളെ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ നമ്മളെ ഹാൻഡ്സ്, ക്ലോക്കിന്റെ ഹാൻഡ്സ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പൊ ആ ഒരു ആംഗിളിനെ ആംഗിൾ ഓഫ് ടേണിംഗ് ഡ്യൂറിങ് റൊട്ടേഷൻ, റൊട്ടേഷന്റെ ടൈമില് എന്താണ് ടേൺ ചെയ്യുന്ന ആ ഒരു ആംഗിളിനെ നമ്മൾ എന്ത് പറയുന്നു? ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നു. ഈസ് കോൾഡ് ദ ആംഗിൾ ഓഫ് rotation. A full turn, you know, means a rotation of 360 degree. നമുക്ക് ഓൾറെഡി അറിയാം നമ്മളെ സർക്കിൾ ഒക്കെ ആണെങ്കിൽ 360 ഡിഗ്രി ആണ് അല്ലെ.
ടോട്ടൽ 360 ഡിഗ്രി ആണ് വരിക. സോ നമുക്ക് എന്ത് പറയാം, ഫുൾ ടേൺ, ഒരു ഫുൾ ടേൺ. ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ എൻഡ് ചെയ്യുന്നതും ഇവിടെയാണെങ്കിൽ ഇതാണ് ഒരു ഫുൾ ടേൺ എന്ന് പറയാം. അപ്പം അതെന്താണ് 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാഫ് ടേൺ എന്തായിരിക്കും? ഫുൾ ടേൺ 360 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഹാഫ് ടേൺ 360 ഡിഗ്രിന്റെ ഹാഫ് ആയിരിക്കൂലേ? വാട്ട് ഇസ് ദ ഹാഫ് ഓഫ് 360 ഡിഗ്രി? ഇറ്റ് ഈസ് 180 ഡിഗ്രി. അപ്പൊ ഹാഫ് ടേൺ എന്താ? 180 degree. Half turn means rotation by 180 degree. Then what about quarter turn? 180 ന്റെ ഹാഫ് അല്ലേ? ഹാഫിന്റെ ഹാഫ് അല്ലേ ക്വാർട്ടർ ആയിട്ട് വരിക? അപ്പൊ നമ്മൾ 180 ന്റെ ഹാഫ് അല്ലേ ക്വാർട്ടർ ആയിട്ട് വരിക? യെസ്, 180 ന്റെ ഹാഫ് 90. അപ്പൊ നമ്മൾ ഫുൾ ടേൺ ഇതായിരിക്കും, അത് 360 ഡിഗ്രി ആണ്. ഹാഫ് ആണെങ്കിൽ അത് 180 ഡിഗ്രി ആയിരിക്കും. ക്വാർട്ടർ ആണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്താ? സെന്റർ ഓഫ് റൊട്ടേഷൻ എന്താ? അതുപോലെ ഫുൾ ടേൺ 360 ഡിഗ്രി ആണ്. നമ്മുടെ ഹാഫ് ടേൺ 180 ഡിഗ്രി ആണ്. അതുപോലെ ക്വാർട്ടർ ടേൺ 90 ഡിഗ്രി ആണ്. Then when it is 12 o'clock, നമ്മളെ ക്ലോക്ക്, നമുക്ക് ഒരു ക്ലോക്ക് വരയ്ക്കുക. ആ ക്ലോക്കിൽ നമുക്കറിയാം 12 ആയിരിക്കും അല്ലെ ഇവിടെ ഉണ്ടാവുക. ഇവിടെ 12 ആയിരിക്കും. 12ന്റെ നേരെ ഓപ്പോസിറ്റ് 6 ആയിരിക്കും അല്ലെ? Then 1 2 3 4 5 7 8 9 10 11 ഇതാണല്ലേ നമ്മളെ ക്ലോക്ക്. അപ്പൊ നമ്മളോട് പറഞ്ഞ when it is 12 o'clock, 12 o'clock ആണെങ്കിൽ the hands of a clock are together. നമുക്കറിയാം അല്ലെ, ടൈം നോക്കാൻ അറിയുന്നതാണ്. നമ്മളെ 12 o'clock ആണെങ്കിൽ നമ്മളെ സ്മോൾ ഹാൻഡും നമ്മളെ ബിഗ് ഹാൻഡും എന്താണ്? സെയിം പ്ലേസിലാണ് അല്ലെ ഉണ്ടാവുക. സെയിം പ്ലേസിലാണ് ഉണ്ടാവുക 12 മേലെ. നമ്മളെ സ്മോൾ ഹാൻഡും ബിഗ് ക്ലോക്കത്തെ സ്മോൾ ഹാൻഡും ബിഗ് ഹാൻഡും നമ്മളത് എന്ത് വരും? 12 മേലാണ് ഉണ്ടാവുക. അപ്പൊ എന്താണ്? ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ആർ ടുഗദർ. ബൈ 3 o'clock, ഇനി 3 o'clock ആണെങ്കിലോ, സപ്പോസ് ദിസ് ഈസ് 3 o'clock, അങ്ങനെയാണെങ്കിൽ നമ്മള് 3 o'clock ആണെങ്കിൽ നമ്മള് ചെറിയ ഹാൻഡ് എന്ത് വരും? നമ്മുടെ ക്ലോക്കിന്റെ ചെറിയ ഹാൻഡ് 3 മേല് വരും. വലിയ ഹാൻഡ് എന്ത് മേല് വരും? 12 മേല് വരും അല്ലേ? അപ്പോഴല്ലേ 3 o'clock ആയി. അപ്പം നമ്മളെ വലിയ ഹാൻഡ്, നമ്മളെ ഈ ക്ലോക്കിന്റെ വലിയ ഹാൻഡ് എത്ര വട്ടം റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? 12 o'clock പിന്നെ 1 o'clock ആയപ്പം ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞ്, അതുപോലെ 2 o'clock ആയപ്പം ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞ്, 3 o'clock ആയപ്പം മൂന്നാമത്തെ 3 ടൈംസ് അത് ഫുൾ റൊട്ടേഷനും കഴിഞ്ഞു. അതുപോലെ നമ്മൾ അത് ഏതിൻ്റെത്? നമ്മളെ വലിയ ഹാൻഡ്, ക്ലോക്കിന്റെ വലിയ ഹാൻഡിൻ്റെത്. ഇനി സ്മോൾ ആണെങ്കിലോ, സ്മോൾ 12 o'clock ആയപ്പം 12-ലായിരുന്നു, പിന്നെ 1 o'clock ആയപ്പം 1-ലായി, 2 o'clock ആയപ്പം 2-ലായി, 3 o'clock ആയപ്പം 3-ലായി. അപ്പൊ ബൈ 3 o'clock the minute hand would have made 3 complete turn. അപ്പൊ നമ്മളെ മിനിറ്റ് ഹാൻഡ് ഇതാണ്. മിനിറ്റ് ഹാൻഡ് 12 o'clock ആയപ്പം 12-ലായിരുന്നു, പിന്നെ ഫുള്ള് ടേൺ ചെയ്ത് 1 o'clock ആയപ്പം അഗെയിൻ 12-ലായി, അഗെയിൻ 2 o'clock ആയപ്പം ഫുൾ ടേൺ ചെയ്ത്, then 3 o'clock ആയപ്പം അഗെയിൻ ഫുൾ ടേൺ ചെയ്ത്, അങ്ങനെ 3 ടൈംസ് എന്താണ്? ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞിട്ടാണ് അത് 3 o'clock-ലേക്ക് വരുന്നത്. ഏത്? നമ്മുടെ മിനിറ്റ് ഹാൻഡ്. ഓക്കെ, ബട്ട് ദ ഹവർ ഹാൻഡ്, ബട്ട് നമ്മള് അവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്മോൾ വൺ. അപ്പൊ നമ്മളെ ഹവർ ഹാൻഡ് വുഡ് ഹാവ് മെയ്ഡ് ഓൺലി എ ക്വാർട്ടർ ടേൺ. നമ്മളെ ഹവർ ഹാൻഡ് 12-മേലായിരുന്നു. 12-ന്ന് ഏതിലോട്ടെത്തി? 3-ലോട്ടെത്തി. 12-ന്ന് 3-ലോട്ടെത്തി. 12-ന്ന് 3-ലോട്ട് എന്ന് പറയുമ്പം 1-ഉം 2-ഉം കഴിഞ്ഞു. അപ്പം ദാറ്റ് മീൻസ് 90 ഡിഗ്രി ക്വാർട്ടർ. ഓക്കെ, 90 ഡിഗ്രി ക്വാർട്ടർ ടേൺ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്തിട്ടില്ല, കാരണം 12 o'clock ആയപ്പോഴും നമ്മളെ മിനിറ്റ് ഹാൻഡ് 12-ലാണ്, 3 o'clock ആയപ്പോഴും നമ്മളെ മിനിറ്റ് ഹാൻഡ് 12-ലാണ് എന്ന് വിചാരിക്കും. ബട്ട് അങ്ങനെയല്ല, 12 o'clock ആയപ്പോൾ നമ്മൾക്ക് 12 തന്നെയാണ്. പിന്നെ ഫുൾ റൊട്ടേഷൻ ചെയ്ത് വരുമ്പോഴല്ലേ 1 o'clock ആവുക, ദെൻ ഫുൾ റൊട്ടേഷൻ ചെയ്ത് വരുമ്പം 2 o'clock ആവും, ദെൻ ഫുൾ റൊട്ടേഷൻ ചെയ്ത് വരുമ്പം 3 o'clock ആയി. അങ്ങനെ നമുക്ക് എന്താ പറയാ, 3 കംപ്ലീറ്റ് ടേൺ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ മിനിറ്റ് ഹാൻഡ്. ദെൻ നമ്മളെ ഹവർ ഹാൻഡ് എന്താണ്? മെയ്ഡ് ഓൺലി എ ക്വാർട്ടർ ടേൺ. 12-ന്ന് 3-ലോട്ടെത്തി. ഓക്കെ, അപ്പൊ നമ്മളെ ക്ലോക്സ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. എക്സാമിനൊക്കെ ഉണ്ടായിരിക്കും ക്ലോക്കിന്റെ പ്രോബ്ലംസ് ഒക്കെ. The next one, the paper windmill in the picture looks symmetrical. ഇതാണ് നമ്മളെ പിക്ചർ. ഇതൊരു പേപ്പർ വിൻമിൽ ആണ്. വിൻമില്ല് നമുക്കറിയാം അല്ലെ, ഒരു ഫാന് പോലെ ഇങ്ങനെ ഇതാണ് നമ്മളെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വിൻമില്ലാണ്. അപ്പം
ഇത് സിമെട്രിക്കൽ, ബട്ട് യു ഡു നോട്ട് ഫൈൻഡ് എനി ലൈൻ ഓഫ് സിമെട്രി. ഇത് സിമെട്രിക്കൽ ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. ബട്ട് ഇവിടെ എന്താണ്, ലൈൻ ഓഫ് സിമെട്രി ഒന്നും തന്നിട്ടില്ല. നോ ഫോൾഡിംഗ് ക്യാൻ ഹെൽപ്പ് യു ടു ഹാവ് കോയിൻസിഡന്റ് ഹാഫ്സ്. അപ്പൊ നമുക്ക് കോയിൻസിഡന്റ് ഹാഫ് ആക്കിയിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, സിമെട്രിക്കൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ബട്ട് നമ്മൾ ഈ ഒരു വിൻമില്ല്, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഈ വിൻമില്ല് നമ്മൾ എങ്ങനെ സിമെട്രിക്കൽ ഹാഫ് ആക്കിയിട്ട് കോയിൻസൈഡ് ഹാഫ് ആക്കിയിട്ട് ചെയ്യാൻ നോക്കിയാലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, however if you rotate it by 90 degree, ഇനി നമുക്ക് റൊട്ടേഷൻ ചെയ്ത് നോക്കാം. റൊട്ടേഷൻ ചെയ്ത് നോക്കുമ്പോൾ about the fixed point the windmill will look exactly the same. അപ്പൊ നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വിൻമിൽ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ പിക്ചറും എങ്ങനെ നമ്മൾ ചെയ്യാം, ലൈൻ ഓഫ് സിമെട്രി ചെയ്യൂലേ, ലൈൻ ഓഫ് സിമെട്രി അതിനെ കോയിൻസിഡന്റ് ഹാഫ് ആക്കിയിട്ട് ചെയ്യാൻ നോക്കും. ബട്ട് നമ്മളെ വിൻമില്ല് നമുക്ക് അങ്ങനെ കഴിയില്ല, കോയിൻസിഡന്റ് ഹാഫ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മള് റൊട്ടേഷൻ നോക്കാണ്. റൊട്ടേറ്റ് ചെയ്യുക, 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ടേൺ. ഓക്കെ, 90 ഡിഗ്രി ആണ് ക്വാർട്ടർ ടേൺ, 180 ഡിഗ്രി ആണ് ഹാഫ് ടേൺ, ഫുൾ ആണെങ്കിൽ 360 ഡിഗ്രി അല്ലേ. അപ്പൊ നമ്മളെ റൊട്ടേറ്റ് ചെയ്യുക 90 ഡിഗ്രി. അങ്ങനെ നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ അതിനെ അതുപോലെ തന്നെ വെച്ചു. അപ്പൊ സെയിം ആ ഫിഗർ തന്നെയാണ് നമുക്ക് കിട്ടുക. വിൻമിൽ വിൽ ലുക്ക് എക്സാക്ട്ലി ദ സെയിം. വി സേ ദാറ്റ് വിൻമിൽ ഹാസ് എ റൊട്ടേഷണൽ സിമെട്രി. അതാണ് മക്കളെ റൊട്ടേഷണൽ സിമെട്രി എന്ന് പറഞ്ഞാൽ. നമ്മൾ ലൈൻ ഓഫ് സിമെട്രി ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ, കോയിൻസിഡന്റ് ഹാഫ് ആക്കിയിട്ട് ചെയ്യുന്നത്. ബട്ട് ഇത് റൊട്ടേഷണൽ സിമെട്രി ആണ്. നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പം എഗെയിൻ നമുക്ക് അതുപോലെ തന്നെ കിട്ടും. പിന്നെയും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ കിട്ടുക, എഗെയിൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ കിട്ടുക, എഗെയിൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സെയിം ഫിഗർ ആയിട്ട് തന്നെ കിട്ടുക. കണ്ടോ, ഇതാണ് നമ്മളെ വിൻമില്ല്. അപ്പൊ നമ്മള് ABCD ഓരോ ലീഫിനും നമ്മൾ എന്ത് കൊടുത്തു, നെയിം കൊടുത്തു ABCD. എങ്കിൽ 90 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലേ, ഇതിപ്പോ നമ്മള് ഫുൾ ആണെങ്കിൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞാല് ഈ ക്വാർട്ടറിനാണ് നമ്മൾ 90. അപ്പൊ ഈ ഏനെ നമ്മൾ ബിയിലോട്ടാക്കുക, ഏനെ എന്താണ് ബിയിലോട്ടാക്കി. കണ്ടോ, ഏനെ നമ്മള് ചേഞ്ച് ചെയ്തു, ഏനെ നമ്മൾ ബിന്റെ പ്ലേസിലോട്ടാക്കി. അപ്പൊ നമ്മൾ ബിന്റെ പ്ലേസ് എവിടെ എത്തും, സിയിലോട്ട് എത്തും, സിന്റെ ഡിയിലോട്ട് എത്തും. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് 90 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് സെയിം ഫിഗർ തന്നെയല്ലേ കിട്ടുന്നത്. നമ്മൾ ഫിഗർ നോക്കുക, ഇതേ സെയിം തന്നെയാണ് ഇത്. ഓക്കെ, എഗെയിൻ നമ്മൾ 90 ഡിഗ്രി റൊട്ടേഷൻ നടത്തുകയാണ്. അപ്പം നമ്മളെ എ ഇവിടെ ഉള്ളത് ഇവിടെ ആയിരിക്കും, അതുപോലെ ബി ഇവിടെ ഉള്ളത് ഇവിടെ ആയിരിക്കും, നമ്മളെ സി ഈ മേലുള്ളത് ഇവിടെ ആയിരിക്കും, ഡി ഇവിടെ ഉള്ളത് താഴോട്ട് പോകും. കണ്ടോ, അപ്പം നമ്മളുടെ എഗെയിൻ 90 ഡിഗ്രി ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഫിഗർ കിട്ടി. ഈ സെയിം ഫിഗർ തന്നെയല്ലേ ഇത്. യെസ്, ഈ സെയിം തന്നെയാണ്, ഒരു ചേഞ്ചും അതിനില്ല. എഗെയിൻ നമ്മൾ 90 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യാണ്. നമുക്ക് ആകെ മനസ്സിലാക്കാൻ പറ്റുന്ന, റൊട്ടേഷൻ ചെയ്തിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മൾ ഓരോ ലീഫിനും ABCD എന്ന് കൊടുത്തോണ്ടാ. ഓക്കെ, എഗെയിൻ നമ്മൾ 90 ഡിഗ്രി ചെയ്തപ്പം നമ്മളെ ഈ ഒരു സൈഡിലുള്ള എന്തായി, നമ്മള് എ മേലോട്ട് എത്തി, അതുപോലെ ബി മേലുള്ളത് ഈ സൈഡിലോട്ട് എത്തി. 90 ഡിഗ്രി മാത്രമാണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ 180 ഡിഗ്രി ആണ് ചെയ്യുന്നതെങ്കിൽ എ ഇവിടെ ഉള്ളത് എന്തായിരിക്കും, ഇവിടെ ആയിരിക്കും, ബി ഇവിടെ ഉള്ളത് മേലോട്ട് പോകും, ഇത് കൂടാതെ ഇങ്ങോട്ടുണ്ട് വരും. ഓക്കെ, 180 ഡിഗ്രി ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതിനെ 90 ഡിഗ്രി ആയപ്പോ ഇങ്ങനെ ചെയ്തു. അങ്ങനെ നമ്മളെ എക്സാക്ട് ഫിഗറിനെ 90 ഡിഗ്രി ചെയ്തപ്പോ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ കിട്ടി. എഗെയിൻ 90 ഡിഗ്രി ചെയ്തപ്പോ ഇങ്ങനെ കിട്ടി, എഗെയിൻ 90 ഡിഗ്രി ചെയ്തപ്പോ ഇങ്ങനെ കിട്ടി, ലാസ്റ്റ് എഗെയിൻ 90 ഡിഗ്രി ചെയ്യാണ്. അങ്ങനെ എഗെയിൻ 90 ഡിഗ്രി ചെയ്തപ്പം നമ്മൾ ഈ സെയിം ഫിഗർ തന്നെയല്ലേ ഇത്. കണ്ടോ, എന്റെ പ്ലേസിൽ എ, ബിന്റെ പ്ലേസിൽ ബി, സിന്റെ പ്ലേസിൽ സി, ഡിന്റെ പ്ലേസിൽ ഡി. അപ്പം ഒരു ഫിഗറിനെ 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി 4 ടൈംസ് 90 ഡിഗ്രി ആണല്ലേ 360 ഡിഗ്രി അല്ലേ. 90 into 4 which is equal to 360 ഡിഗ്രി. അപ്പൊ നമുക്കറിയാം ഫുൾ റൊട്ടേഷൻ 360 ഡിഗ്രി ആണ്. അപ്പൊ 4 ടൈംസ് 90 ഡിഗ്രി ചെയ്താലാണ് എഗെയിൻ ആ ഒരു ഫിഗറിലോട്ട് തന്നെ എത്താം. അപ്പൊ നമ്മൾ ചെയ്തപ്പോ നമുക്ക് എഗെയിൻ അതിലോട്ട് തന്നെ എത്തി. ബട്ട് നമ്മൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോഴും നമുക്ക് സെയിം ഫിഗർ ആണോ കിട്ടിയത്? യെസ്, നമ്മുടെ ഫിഗറിന് ഒരു മാറ്റവും ഇല്ല അല്ലെ. അപ്പൊ അതാണ് റൊട്ടേഷണൽ സിമെട്രി. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ആ ഫിഗറിന് എന്താണ്, ഒരു മാറ്റവും ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് പറയാം ഈ ഒരു വിൻമില്ല് റൊട്ടേഷണൽ സിമെട്രി ആണ്. ക്ലിയർ? Then in a full turn,
ഇതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണിത്. ഒരു ഫുൾ ടേൺ ആണെങ്കിൽ there are precisely 4 പൊസിഷൻസ് ഉണ്ടായിരിക്കും. ഓൺ റൊട്ടേഷൻ ത്രൂ ദ ആംഗിൾസ് 90 ഡിഗ്രി, 180 ഡിഗ്രി, 270, 360. ദാറ്റ് മീൻസ് ഫസ്റ്റ് 90, പിന്നെ അഗെയിൻ 90 ആവുമ്പോൾ 90 പ്ലസ് 90 180, അഗെയിൻ 90 ആവുമ്പോൾ 90 പ്ലസ് 90 പ്ലസ് 90 270, അഗെയിൻ 90 ആവുമ്പോൾ 90 പ്ലസ് 90 പ്ലസ് 90 പ്ലസ് 90 which is equal to 360 degree. When the windmill looks exactly the same, അങ്ങനെ 4 ടൈംസ് നമ്മൾ റൊട്ടേഷണൽ സിമെട്രി നമ്മൾ 90 ഡിഗ്രി വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ നമ്മളെ വിൻമില് എക്സാക്ട്ലി സെയിം ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ബിക്കോസ് ഓഫ് ദിസ് വി സേ ഇറ്റ് ഹാസ് എ റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 4. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതിന്റെ റൊട്ടേഷണൽ സിമെട്രി ഓർഡർ എന്താ 4 ആണ്. കാരണം നമ്മൾ 90 ഡിഗ്രി വെച്ചപ്പോൾ നമുക്ക് സെയിം പിക്ചർ ആണ് കിട്ടുന്നത്, എഗെയിൻ 90 ഡിഗ്രി വെച്ചപ്പോൾ സെയിം പിക്ചർ ആണ്. അങ്ങനെ എത്ര 90 ഡിഗ്രി വെച്ചപ്പോഴാണ് നമുക്ക് അത് എക്സാക്ട് ആ ഒരു ഫിഗറിലോട്ട് തന്നെ എത്തിയത് 4 ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം നമ്മളെ ഈ ഒരു വിൻമില്ലിന് എന്താണ്, ഇറ്റ് ഹാസ് എ റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 4. റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 4. അപ്പൊ അതാണ് റൊട്ടേഷണൽ സിമെട്രി എന്ന് പറഞ്ഞ. ക്ലിയർ? വൺ മോർ എക്സാമ്പിൾ ഓഫ് റൊട്ടേഷണൽ സിമെട്രി. അപ്പൊ നമ്മൾ വിൻമിലിന്റെ കേസ് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. കൺസിഡർ എ സ്ക്വയർ വിത്ത് പി ആസ് വൺ ഓഫ് ഇറ്റ്സ് കോർണർ. നമ്മൾ സ്ക്വയർ നോക്കുക, അതിന്റെ ഒരു കോർണറിൽ സ്ക്വയർ നമ്മളിങ്ങനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലും മാറാനൊന്നും പോകുന്നില്ല അല്ലെ, കാരണം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. എഗെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതേ സെയിം ഷേപ്പ് തന്നെ കിട്ടുക. എഗെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും, അങ്ങനെ 4 ടൈംസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട്ലി ആ സെയിം തന്നെ കിട്ടുക അല്ലെ. അപ്പൊ നമ്മള് അത് ഡൗട്ട് ഇല്ലാതെക്കാൻ ഒരു കോർണറിന് പി എന്ന നെയിം കൊടുത്തു. ഓക്കെ, നമ്മൾ തിരിച്ച് 90 ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഷേപ്പും സൈസ് ഒക്കെ തന്നെയാണ് കിട്ടുക. ബട്ട് നമുക്ക് മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ ഒരു കോർണറിന് പി എന്ന് കൊടുത്തത്. Let us perform quarter turn about the center of the square marked this one. ഈ ഒരു മാർക്ക് ചെയ്തത് അതിന് നമ്മൾ എന്താണ്, സെന്റർ ആണ്. അത് നമ്മളെ സെന്റർ ആണ്. അത് സെന്റർ ആക്കിയിട്ട് വെച്ചിട്ട് നമ്മളെ സ്ക്വയറിനെ ടേൺ ചെയ്യാണ്. കണ്ടോ? അപ്പൊ നമ്മളെ സ്ക്വയർ ഇതായിരുന്നു, 90 ഡിഗ്രി ചെയ്തപ്പോൾ നമ്മളെ പി എന്തായി, നമ്മളെ പി ഇവിടെയായി. കണ്ടോ? സ്ക്വയറിനെ നമ്മൾ 90 ഡിഗ്രി ചെയ്തപ്പോൾ നമ്മളെ പി ഇവിടെ എത്തി. എഗെയിൻ നമ്മൾ 90 ഡിഗ്രി ചെയ്യുമ്പോൾ നമ്മളെ പി എന്തായി, ഇവിടെ വന്നു. സംഭവം നമ്മളെ ഷേപ്പ് ഒക്കെ സെയിം ആണ്, ഒരു ഡിഫറൻസും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ പി വെച്ചിട്ടാണ് നോക്കുന്നത്. പി ഒരു ക്വാർട്ടർ ടേൺ ആയപ്പം ഇവിടെ എത്തി, അടുത്ത ക്വാർട്ടർ ടേൺ ആയപ്പം ഇവിടെ എത്തി, എഗെയിൻ ഒരു ക്വാർട്ടർ ടേൺ ആകുമ്പോൾ ഇവിടെ എത്തുന്നു, എഗെയിൻ ഒരു ക്വാർട്ടർ ടേൺ ആകുമ്പോൾ നമ്മൾ എക്സാക്ട് ഈ ഒരു ഫിഗറിലോട്ട് തന്നെ എത്തുന്നു. അപ്പൊ ക്വാർട്ടർ ടേൺ ആകുമ്പോൾ 4. അപ്പൊ നമുക്ക് എന്ത് പറയാ, ഇതിന് 4 ആണ് ഇതിന്റെ ഓർഡർ ഓഫ് സിമെട്രി എന്ന് പറയാം, റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 4. കണ്ടോ? നമ്മളെ സ്ക്വയർ നന്നായിട്ട് ശ്രദ്ധിക്കുക. പി ഇവിടെയാണ്, ഒരു ക്വാർട്ടർ ടേൺ ആയപ്പോൾ നമ്മള് അടുത്ത കോർണറിലെത്തി, ദെൻ ഒരു ക്വാർട്ടർ ടേണും കൂടെ ആയപ്പം നെക്സ്റ്റ് കോർണറിലെത്തി, എഗെയിൻ ഒരു ക്വാർട്ടർ ടേണും കൂടെ ആയപ്പം ഇവിടെ എത്തി. അങ്ങനെ 4 ടൈംസ് നമ്മൾ ക്വാർട്ടർ ടേൺ ചെയ്തപ്പം നമ്മളുടെ എക്സാക്ട് ആ ഒരു പ്ലേസിൽ തന്നെ എത്തി. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം 1 is the initial position. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ 1 ആണ്. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ. റൊട്ടേഷൻ ബൈ 90 ഡിഗ്രി അബൌട്ട് ദ സെന്റർ ലീഡ്സ് ടു ഫിഗർ 2. അപ്പൊ നമ്മള് 90 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്തപ്പം നമ്മള് സെക്കൻഡ് ഫിഗറിലോട്ട് എത്തി. ഓക്കെ, അപ്പൊ നമ്മളെ പി അവിടെ എത്തി. നോട്ട് ദ പൊസിഷൻ ഓഫ് പി നൗ. അപ്പൊ നമ്മളെ പി നോക്കുക, റൊട്ടേറ്റ് അഗെയിൻ ത്രൂ 90 ഡിഗ്രി ആൻഡ് യു ഗെറ്റ് ഫിഗർ 3. അപ്പം അഗെയിൻ നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പം നമ്മളെ പി ഇവിടുന്ന് ഇങ്ങോട്ടായി, ഇത് നമ്മളെ തേർഡ് ഫിഗറിലോട്ട് എത്തി. ഓക്കെ, ഇനി അഗെയിൻ ഇൻ ദിസ് വേ വെൻ യു കംപ്ലീറ്റ് 4 ക്വാർട്ടർ ടേൺ, അങ്ങനെ നമ്മൾ 4 ക്വാർട്ടർ ടേൺ കംപ്ലീറ്റ് ചെയ്യുമ്പം ദ സ്ക്വയർ റീച്ചസ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് എത്തി. ഇറ്റ് നൗ ലുക്സ് ദ സെയിം ആസ് ഫിഗർ 1. കണ്ടോ? നമ്മൾ അങ്ങനെ 4 ടൈംസ് റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് തന്നെ എത്തി. 1ഉം 5ഉം സെയിം ആയിട്ട് കിട്ടി. ദിസ് ക്യാൻ ബി സീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പൊസിഷൻസ് ടേക്കൺ ബൈ പി. അതുകൊണ്ടാണ് അതിന്റെ റൊട്ടേഷൻ മനസ്സിലാക്കാനാണ് നമ്മളൊരു കോർണർ പി ആക്കിയിട്ട് എടുത്തത്. ക്ലിയർ? Thus, a square has a rotational symmetry of order 4 about its center. അപ്പം നമ്മുടെ വിൻമിലിന്റെ പോലെ തന്നെ നമ്മുടെ സ്ക്വയറിനും എന്താണ്, റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 4 ആണ്. ഒബ്സർവ് ദാറ്റ് ഇൻ ദിസ് കേസ്. അപ്പൊ നമ്മൾ അത് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യുക. ദി സെന്റർ ഓഫ് റൊട്ടേഷൻ ഈസ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ അല്ലെ. അതിപ്പോ ഏത് നമ്മള്
സ്ക്വയർ എടുത്തു. സ്ക്വയറിന്റെ സെന്റർ ഓഫ് റൊട്ടേഷൻ, റൊട്ടേറ്റ് ചെയ്യുന്ന സെന്റർ എന്ന് പറഞ്ഞാൽ ആ സ്ക്വയറിന്റെ സെന്റർ ആയിരിക്കും. ഓക്കെ, സെന്റർ ഓഫ് ദ റൊട്ടേഷൻ ഈസ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ. ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഈസ് 90 ഡിഗ്രി. നമ്മൾ എടുത്തത് ക്വാർട്ടർ ടേൺ ആണ് അല്ലെ. അപ്പൊ ആംഗിൾ എന്താ? 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റൊട്ടേഷൻ, റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. The next one, the direction of rotation is clockwise. ഇവിടെ നമ്മൾ റൊട്ടേഷൻ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് തിരിയുന്ന ആ ഒരു ഡയറക്ഷൻ. ഓക്കെ, അപ്പം കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇത് ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ടാണ് പി ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിയത്. ഇനി ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിലോ തിരിച്ച്, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെയുള്ള പി എവിടെ എത്തും? ഇവിടെ എത്തും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ. അപ്പൊ സെക്കൻഡ് ഫിഗറിൽ ഇവിടെയായിരുന്നു പി എത്തുക. ബട്ട് ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമ്മളെ പി ഇവിടുന്ന് അങ്ങനെ റൈറ്റിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടാണ് നിൽക്കുക. ഓക്കെ, the next, the order of rotational symmetry is 4. നമ്മൾ ഓൾറെഡി പറഞ്ഞു റൊട്ടേഷണൽ സിമെട്രി ഓഫ് സ്ക്വയർ നമുക്ക് എന്താ കിട്ടിയത്? അതിന്റെ ഓർഡർ 4 ആണ്. അപ്പൊ 4 റൊട്ടേഷൻ ക്വാർട്ടർ റൊട്ടേഷൻ കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ എക്സാക്ട് ആ ഒരു ഫിഗറിലോട്ട് തന്നെ എത്തിയത്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തേക്ക്, സെന്റർ ഓഫ് റൊട്ടേഷൻ ഈസ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ. ആംഗിൾ ഓഫ് റൊട്ടേഷൻ 90 ഡിഗ്രി ആയിരുന്നു നമ്മൾ ചെയ്തത്. ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ്. അതുപോലെ ഓർഡർ ഓഫ് റൊട്ടേഷണൽ സിമെട്രി 4 ആണ്. The next one, every object has a rotational symmetry of order 1. ഏത് ഒബ്ജക്റ്റിനും റൊട്ടേഷണൽ സിമെട്രി എന്താ? ഓർഡർ 1 ആയിരിക്കും. എവറി ഒബ്ജക്ട് ഹാസ് എ റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 1. ഓർഡർ 1 എങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, ആസ് ഇറ്റ് ഓക്യുപ്പൈസ് സെയിം പൊസിഷൻ ആഫ്റ്റർ എ റൊട്ടേഷൻ ഓഫ് 360 ഡിഗ്രി. ദാറ്റ് ഈസ് 1 കംപ്ലീറ്റ് റെവല്യൂഷൻ. അപ്പൊ നമുക്കൊരു ഫിഗർ തന്നു, അതിന് എക്സാക്ട് നമ്മൾ ആ ഒരു ഫിഗർ തന്നെ കിട്ടാന് നമ്മളൊരു 1 കംപ്ലീറ്റ് റെവല്യൂഷൻ 360 ഡിഗ്രി കഴിയും. ഓക്കെ, യു ഹാവ് അറൌണ്ട് യു മെനി ഷേപ്പ്. നമ്മൾ പല ഷേപ്സും കാണുന്നതാണ് അല്ലെ, വിച്ച് പൊസസ് റൊട്ടേഷണൽ സിമെട്രി. കണ്ടോ, നമുക്ക് ഈ ഒരു ഫ്രൂട്ട് തന്നു. ഈ ഒരു ഫ്രൂട്ടിനെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഓരോ റൊട്ടേറ്റ് ചെയ്ത് പോയാലും സെയിം ഫിഗർ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ റോഡ് സൈൻ നമ്മൾ എഗെയിൻ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, എഗെയിൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, അങ്ങനെ നമുക്ക് സെയിം ആയിട്ടാണ് കിട്ടുക. അപ്പൊ വീലിന്റെ കേസ് ആണെങ്കിലും നമുക്ക് അത് തിരിച്ച് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഫിഗേഴ്സ് തന്നെ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ നമ്മൾ റൊട്ടേഷണൽ സിമെട്രി എന്താന്ന് ഡിസ്കസ് ചെയ്തു അല്ലെ. റൊട്ടേഷണൽ സിമെട്രിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ നമ്മൾ സ്ക്വയറിന്റെ വിൻമിൽ അങ്ങനെയൊക്കെ എക്സാമ്പിൾസ് ആക്കിയിട്ട് നോക്കി. ഇനി നമുക്ക് അതിന്റെ പ്രോബ്ലംസ് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗേഴ്സ് ആർ റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ മോർ ദാൻ 1? മോർ ദാൻ 1, ഓർഡർ മോർ ദാൻ 1. ദാറ്റ് മീൻസ് നമ്മൾ അതിനെ എന്താണ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അതെന്താണ് സെയിം ഫിഗർ തന്നെ ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു 90 ഡിഗ്രി, അഥവാ ക്വാർട്ടർ ടേൺ ചെയ്തു. അപ്പൊ നമുക്ക് നമ്മളെ ഫിഗർ എന്താ? ഈ സെയിം ആയിട്ട് തന്നെയല്ലേ കിട്ടുക. എഗെയിൻ നമ്മൾ 90 ഡിഗ്രി ടേൺ ചെയ്തു, സെയിം തന്നെയല്ലേ കിട്ടുക, ചേഞ്ചസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ എഗെയിൻ 90 ഡിഗ്രി ചെയ്തു, 90 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഇതിന്റെ ഓർഡർ മോർ ദാൻ 1 ഇല്ലേ? യെസ്. അപ്പൊ എന്റേത് ഓർഡർ മോർ ദാൻ 1 ഉണ്ട്. അതുപോലെ നെക്സ്റ്റ് ബി നോക്കാം. ബി നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് തോന്നുന്നു അല്ലെ. ഇനി നമ്മൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടേൺ ചെയ്യുന്നു, ഒരു 90 ഡിഗ്രി ടേൺ ചെയ്തു. അപ്പൊ നമ്മള് ഷേപ്പ് സെയിം ആയിട്ട് തന്നെയല്ലേ കിട്ടുക. അതുപോലെ എഗെയിൻ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ സെയിം ആയിട്ട് തന്നെ കിട്ടുക. അപ്പൊ ഇതിനും ഓർഡർ മോർ ദാൻ 1 ആണ്. Then what about this figure? ഈ ഫിഗറിനെ നമ്മൾ ഒരു 90 ഡിഗ്രി ടേൺ ചെയ്തു. 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ എങ്ങനെ വരും? ഇങ്ങനെ ഇവിടെയാണ് അല്ലെ വരിക, ക്രോസ് മാർക്ക് ഇങ്ങനെയല്ലേ 90 ഡിഗ്രി ചെയ്യുമ്പോൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ വരിക. അഗെയിൻ ഒരു 90 ഡിഗ്രി ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനല്ലേ വരിക. അഗെയിൻ 90 ഡിഗ്രി ചെയ്യുമ്പോൾ ഇത് രണ്ടും സെയിം ആണോ? അല്ല, ഇതിൻ്റെത് ഇങ്ങോട്ടാണ് സ്ക്വയർ വരുന്നത്, ഇതിൻ്റെത് ഇങ്ങോട്ടാണ് സ്ക്വയർ വരുന്നത്. അപ്പം അഗെയിൻ 90 ഡിഗ്രി ചെയ്യാണ്. അഗെയിൻ 90 ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടൂ അല്ലെ. അഗെയിൻ 90 ഡിഗ്രി ചെയ്യുമ്പോൾ നമ്മളെ ഷേപ്പ് ഇങ്ങനെയാവും. ഇനി അഗെയിൻ ഇതിനെ 90 ഡിഗ്രി ചെയ്യുമ്പോൾ ആണ് നമുക്ക് എന്ത് കിട്ടുക? ഇങ്ങനെ കിട്ടുക. അപ്പൊ ഇവിടെ ഒരു ഒന്നല്ലേ ഉള്ളൂ റൊട്ടേഷൻ അല്ലേ? ഒരു കംപ്ലീറ്റ് 360 ഡിഗ്രി ആവുമ്പോഴല്ലേ സെയിം ഫിഗർ കിട്ടുക. പിന്നെ നമ്മൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോഴൊന്നും സെയിം കിട്ടുന്നില്ല. അപ്പൊ ഇതിന്റെ ഓർഡർ മോർ ദാൻ 1 ആണോ?
അല്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗേഴ്സ് റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ മോർ ദാൻ 1? ഇതിന്റെ ഓർഡർ നമുക്ക് മോർ ദാൻ 1 കിട്ടുന്നില്ല അല്ലെ. അപ്പൊ നെക്സ്റ്റ് വൺ നമ്മള് എച്ച് എന്ന് പോലത്തതാണ് അല്ലെ. ഇതിന് നമുക്ക് ഇങ്ങനെ തിരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇതുപോലെ തന്നെ കിട്ടില്ല. ദെൻ തിരിച്ച് എഗെയിൻ തിരിയുമ്പോൾ 180 ഡിഗ്രി ആകുമ്പോൾ എന്തായിരിക്കും? ഇത് സെയിം ഇതുപോലെയാണല്ലേ കിട്ടുക. അപ്പൊ ഇതിനും ഓർഡർ മോർ ദാൻ 1 ഉണ്ട്. വാട്ട് അബൌട്ട് ദിസ് വൺ? ഇതിന് നമുക്ക് തിരിച്ച് ചെയ്യുമ്പോൾ ഇതേ സെയിം ഫിഗർ തന്നെയാണ് കിട്ടുക. അപ്പൊ ഇതിനും ഓർഡർ മോർ ദാൻ 1 ഉണ്ട്. വാട്ട് അബൌട്ട് ദിസ് വിൻമിൽ? ഈ വിൻമില്ല് നമ്മൾ ഇങ്ങോട്ട് ഒരു 90 ഡിഗ്രി തിരിക്കുമ്പോൾ സെയിം ഈ ഫിഗർ തന്നെയാണ് അല്ലേ കിട്ടുക. അപ്പൊ ഇതിനും ഓർഡർ മോർ ദാൻ 1 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാ? എ ബി ഡി ഇ എഫ് ഇതിനൊക്കെ റൊട്ടേഷണൽ സിമെട്രി ഓർഡർ മോർ ദാൻ 1 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 360 കംപ്ലീറ്റ് 360 ഡിഗ്രി ആണെങ്കിൽ എവറി ഒബ്ജക്ട് ഹാസ് എ റൊട്ടേഷണൽ സിമെട്രി. എല്ലാ ഒബ്ജക്റ്റിനും റൊട്ടേഷണൽ സിമെട്രി ഓർഡർ 1 ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഓക്യുപൈ സെയിം പൊസിഷൻ ആഫ്റ്റർ എ റൊട്ടേഷൻ ഓഫ് 360 ഡിഗ്രി. അപ്പൊ ഇതിന്റെ ഓർഡർ എന്താ? 1 ആണ് അല്ലെ. കാരണം ഇതിന് 360 ചെയ്യുമ്പോഴാണ് ഇത് എക്സാക്ട് ആ ഒരു ഫിഗർ തന്നെ ആവുന്നത്, നമ്മളെ സി. അപ്പൊ നമുക്ക് എന്താ പറയാ? ഇതിന്റെ ഓർഡർ 1 ആണ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേ? ഏതൊക്കെയാണ് ഓർഡർ മോർ ദാൻ 1 എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ സി ഇല്ല, ബാക്കിയൊക്കെ നമുക്ക് ഓർഡർ മോർ ദാൻ 1 കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സെയിം ഷേപ്പ് തന്നെ കിട്ടുന്നുണ്ട്. ക്ലിയർ? ബട്ട് സി ചെയ്യുമ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെയിം കിട്ടുന്നത് ആഫ്റ്റർ 360 ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുമ്പോഴാണ്. Then give the order of rotational symmetry for each figure. ഇതിന്റെ ഓർഡർ ആണ് ചോദിച്ചത്. ഓർഡർ എന്ന് പറഞ്ഞാല് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി നമുക്ക് സെയിം തന്നെ കിട്ടുന്നത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെ നമ്മളെ ഓർഡർ ഇങ്ങനെയാണ് അല്ലെ. നമ്മൾ ഇതൊന്ന് തിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതൊന്ന് ഇങ്ങനെ തിരിക്കുമ്പോൾ നമ്മളെ ഫിഗർ ഇത് താഴോട്ട് വരുന്നു, ഇതെന്ത് വരും? മേലോട്ട് വരുന്നു അല്ലെ. ദെൻ എഗെയിൻ നമ്മൾ തിരിക്കുമ്പോൾ നമ്മൾ ഇത് താഴോട്ട് വരുന്നു, ഇത് മേലോട്ട് വരുന്നു. പിന്നെ എഗെയിൻ നമ്മൾ തിരിക്കാൻ പോവാണ്. എഗെയിൻ തിരിക്കുമ്പോൾ ഇത് മേലോട്ട് ഇത് ഇങ്ങനെ വരുന്നു, മേലോട്ട് വരുന്നു, ഇത് താഴോട്ട് വരുന്നു. എഗെയിൻ നമ്മൾ തിരിക്കുമ്പോൾ ഇത് മേലോട്ട്, ഇത് താഴോട്ട്. അപ്പം നമുക്ക് എന്താണ്? എത്ര പ്രാവശ്യം നമുക്ക് ആ സെയിം ഫിഗർ കിട്ടുന്നുണ്ട്? 2 ടൈംസ് കിട്ടുന്നില്ലേ? 180 ഡിഗ്രിയിലും അല്ലെ, 180 ഡിഗ്രിയിലും പിന്നെ അഗെയിൻ 360 ഡിഗ്രിയിലും കിട്ടുന്നുണ്ട്. സോ ഇതിന് 2 ആണ് ഇതിന്റെ ഓർഡർ ഓഫ് റൊട്ടേഷണൽ സിമെട്രി. 2 ആണ് ഇതിന്റെ ഓർഡർ ഓഫ് റൊട്ടേഷണൽ സിമെട്രി. ഓക്കെ, ദെൻ ഇതാണെങ്കിലോ, ഈ ഒരു ഫിഗർ ആണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെയാണ് തന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, 80 ഡിഗ്രി ഇങ്ങനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് 80 ആണെങ്കിൽ നമുക്കറിയാം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ ഇത് 80 ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്തു, ഇവിടെ ചെയ്തു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി സെയിം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, 2 കിട്ടുന്നുണ്ട് അല്ലെ. അപ്പം ഇതും നമുക്ക് 2 പ്രാവശ്യം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെയിം ഈ ഫിഗർ കിട്ടുന്നുണ്ട്. സോ ഇതിനും 2 റൊട്ടേഷണൽ സിമെട്രി ഓർഡർ 2 ആണ്. Then what about this one? ഇതിനെ നമ്മൾ ആദ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, പിന്നെ ഇങ്ങോട്ട് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതിന് 3 റൊട്ടേഷണൽ ഓർഡർ കിട്ടുന്നുണ്ട് അല്ലെ. Then what about this one? ഇതിനെ നമ്മൾ ചെയ്യാണ്. ഇതിനെ ഇങ്ങോട്ട് 90 ഡിഗ്രി ചെയ്യുമ്പോൾ എക്സാക്ട്ലി ഈ ഫിഗർ തന്നെയല്ലേ കിട്ടുക. ഈ ഒരു ലീഫ് ഇങ്ങനെയാവും, ഈ ഒരു ലീഫ് ഇങ്ങനെയാവും. അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എക്സാക്ട്ലി 4 പ്രാവശ്യവും നമുക്ക് എന്താ കിട്ടുന്നത്? സെയിം ഫിഗർ തന്നെ കിട്ടുന്നത് നമ്മൾ ക്വാർട്ടർ ടേൺ ചെയ്യുമ്പോൾ. അപ്പൊ ഇവിടെ 4 ഓർഡർ ഓഫ് റൊട്ടേഷണൽ സിമെട്രി ഇവിടെ 4 ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫിഗറിന് 2 ആണ്, ഈ ഒരു ഫിഗറിനും 2 ആണ്. ഇവിടെ എന്താ? നമുക്ക് 3 ആണ്. ഇവിടെ നമുക്ക് ഓർഡർ വരുന്നത് 4 ആണ്. ഓക്കെ, then what about this one? ഈ ഒരു പ്ലസ് സൈന്. അപ്പൊ ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഈ ഒരു ഫിഗർ നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എഗെയിൻ ഈ സെയിം ഫിഗർ തന്നെയല്ലേ കിട്ടുക. എഗെയിൻ നമ്മൾ 90 ഡിഗ്രി ഇതിനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ എഗെയിൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സെയിം ഫിഗർ തന്നെ കിട്ടും. എഗെയിൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സെയിം ഫിഗർ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് പറയാം 4 റൊട്ടേഷണൽ സിമെട്രി ആണ്. 4 ആണ് ഇതിന്റെ ഓർഡർ എന്ന് പറയാം. Then what about this one? ഇതാണെങ്കിലോ, ഇതിന് നമുക്ക് എത്ര ചെയ്യാൻ പറ്റും? ഇതിനെ നമ്മൾ ആദ്യം ഇങ്ങനെ തിരിക്കുന്നു, then again ഇങ്ങനെ തിരിക്കുന്നു. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതിനെ ഒരു 90 ഡിഗ്രി തിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ
ദെൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ അഗെയിൻ നമുക്ക് അങ്ങനെയല്ല കിട്ടുക. അപ്പം ആദ്യം 1 2 3 4 5 അങ്ങനെ നമുക്ക് 5 റൊട്ടേഷണൽ സിമെട്രി കിട്ടും. ഓക്കെ 5 കാരണം അതിന് 5 സൈഡ്സ് ആണ് ഉള്ളത്. ദെൻ വാട്ട് അബൌട്ട് ദിസ് വൺ? ഇതിന് എത്ര സൈഡാ നോക്കിയാൽ മതി. 1 2 3 4 5 അല്ലേ? 1 2 3 4 5 6 സൈഡ്സ് ആണ്. ആദ്യം നമ്മൾ ഇങ്ങോട്ട് ചെയ്യുന്നു, എഗെയിൻ ഇങ്ങോട്ട് ചെയ്യുന്നു, എഗെയിൻ ഇങ്ങോട്ട്, ദെൻ ഇങ്ങോട്ട്, ഇങ്ങോട്ട്, എഗെയിൻ നമ്മളെ നോർമലിലോട്ട്. അപ്പൊ എങ്ങോട്ട് തിരിച്ചാലും നമ്മളെ ഈ ഫിഗർ ചേഞ്ച് ആവാൻ പോകുന്നില്ല, ഈ സെയിം ഫിഗർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് 6 ആണെന്ന് പറയാം. Then what about this one? ഈ ഒരു ലെഗ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാക്കി. അപ്പൊ ഈ ലെഗ് ഇങ്ങോട്ട് മാറും. അങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോൾ 3 പ്രാവശ്യം നമുക്ക് സെയിം കിട്ടുന്നില്ലേ? യെസ്. അപ്പൊ 3 ആണെന്ന് പറയാം. അപ്പൊ ഇതിൻ്റെത് 4 പ്രാവശ്യം, ഇതിനെ നമുക്ക് 5, ഇതിൻ്റെത് 6, ഇതിൻ്റെത് 3. ഓക്കെ. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ജസ്റ്റ് റൊട്ടേഷണൽ സിമെട്രി എന്താണെന്നാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. അതിന്റെ പ്രോബ്ലംസും ചെയ്തു. അപ്പൊ ഫിഗേഴ്സ് നമ്മൾ നന്നായിട്ട് നോക്കുക. എന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്താൽ ആ ഒരു ഫിഗർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ വരണം, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ സെയിം ഫിഗർ ആണ് കിട്ടുന്നത്. അപ്പൊ അത് എത്ര പ്രാവശ്യം നമുക്ക് ആ സെയിം ഫിഗർ കിട്ടുന്നു, അതാണ് അതിന്റെ ഓർഡർ ആയിട്ട് വരിക. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.